ഫസ്റ്റ് ഓൺ 24 തിരുവനന്തപുരം നഗരൂരിൽ പോലീസിനെ തടഞ്ഞ ഡിവൈഎഫ്ഐയുടെ അതിക്രമവും അസഭ്യവർഷവും. നഗരൂർ എസ്ഐ ഉൾപ്പെടെയുള്ള പോലീസ് സംഘത്തെയാണ് തടഞ്ഞു നിർത്തി ആക്രമിക്കാൻ ശ്രമിച്ചത്. കോൺഗ്രസ് ഫ്ലക്സ് ബോർഡുകൾ തകർത്ത ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നോട്ടീസ് നൽകാൻ പോയ പോലീസ് സംഘത്തിന് നേരെയായിരുന്നു അക്രമം. ദൃശ്യങ്ങൾ 24-ന്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷഫീദ്, നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണുകയും കേൾക്കുകയും ചെയ്യാൻ കഴിയുന്നുണ്ട്. ഈ ഡിവൈഎഫ്ഐയുടെ അസഭ്യവർഷം എന്താണ് അവിടെ ഉണ്ടായത്? അമൃത, തിരുവനന്തപുരം നഗരൂരിലാണ് നടു റോഡിൽ പോലീസിനെ തടഞ്ഞുള്ള ഡിവൈഎഫ്ഐയുടെ കയ്യൂക്കും അവരുടെ അസഭ്യവർഷമടക്കമുള്ള കാര്യങ്ങളും നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ആ ദൃശ്യങ്ങൾ അത് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരായിട്ടുള്ള KSU ആക്രമണം എന്നുള്ള കാര്യത്തിൽ അവിടെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധമുണ്ടായിരുന്നു. ആ പ്രതിഷേധത്തിൽ നടത്തിയിട്ടുള്ള പ്രതിഷേധ പ്രകടനത്തെ തുടർന്ന് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഫ്ലെക്സ് ബോർഡുകൾ അടിച്ചു തകർക്കുകയും മാത്രവുമല്ല ചില കാര്യങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിൽ പ്രതികളായിട്ടുള്ള ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ വീട്ടിൽ നോട്ടീസ് നൽകാൻ പോയതാണ് നഗരൂർ SI ഉൾപ്പെടെയുള്ള സംഘം. ഈ നഗരൂർ SI അടക്കമുള്ള ആളുകളെയാണ് നിലവിൽ ഇപ്പോൾ ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞു നിർത്തി ആക്രമിക്കാൻ ശ്രമിച്ചതെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 പ്രതികളുടെ വീട്ടിൽ നോട്ടീസ് നൽകിയ ശേഷം 3ാമത്തെ പ്രതിയുടെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ സംഘടിച്ച ഒരു കാറിലേക്ക് എത്തുകയും പോലീസ് ജീപ്പ് നടു റോഡിൽ മറ്റൊരു വാഹനം ഉപയോഗിച്ച് തടഞ്ഞു നിർത്തുകയും തുടർന്ന് ഈ പോലീസ് ജീപ്പിന്റെ മുൻപിലുണ്ടായിരുന്ന SIയെ വലിയ രീതിയിൽ അസഭ്യം വിളിക്കുകയും ചെയ്തു. ആ ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ്. മാത്രവുമല്ല, ഇറങ്ങി വന്നാൽ കയ്യേറ്റം ചെയ്യും, മാത്രവുമല്ല അടിച്ചു മുഖം പൊളിക്കുമെന്നൊക്കെ ആ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ആക്രോശിക്കുന്നത് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പകർത്തിയ മറ്റൊരു ദൃശ്യവുമുണ്ട്. അത് ഈ വീട്ടിൽ നോട്ടീസ് നൽകാൻ പോകുമ്പോൾ നിന്നെ ഇനി ആ കസേരയിൽ ഇരുത്തില്ല എന്നൊക്കെയുള്ള ആക്രോശവും അലറി വിളിക്കലും പോലീസിനെ വിരട്ടലുമൊക്കെയാണ്. ഇക്കാര്യത്തിൽ പോലീസിന് വലിയ തരത്തിൽ അതൃപ്തിയുണ്ട്. മാത്രവുമല്ല, ഈ സംഘർഷങ്ങൾക്ക് പിന്നാലെ നഗരൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മടങ്ങിയെത്തിയ പോലീസ് സംഘത്തെ ഫോളോ ചെയ്ത് ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർ എത്തുകയും ഈ പോലീസുകാർക്കെതിരെ അല്ലെങ്കിൽ പോലീസുകാർ അസഭ്യം വിളിച്ചു, അവർക്കെതിരെ നടപടിയെടുക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതായത് ദൃശ്യങ്ങളിൽ ആദ്യം ഡിവൈഎഫ്ഐ പ്രവർത്തകർ തന്നെ പോലീസിനെ തടഞ്ഞു നിർത്തുന്നതും അസഭ്യം വിളിക്കുന്നതുമാണ് കാണാൻ കഴിയുന്നത്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.